ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് സ്കന്ദഗുരു കവചത്തെക്കുറിച്ചാണ്. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എപ്പോഴൊക്കെ മുരുകഭഗവാന്റെ വീഡിയോ ഇട്ടാലും അതിനടിയിൽ വന്ന് കമൻ്റ് ഇടാറുണ്ട്, സ്കന്ദഗുരു കവചത്തെക്കുറിച്ചും തിരുപ്പുകഴിനെക്കുറിച്ചും പറയാമോ എന്ന്. അപ്പോൾ ഇന്ന് സ്കന്ദഗുരു കവചത്തെക്കുറിച്ച് പറയാം. നാളെ ചൊവ്വാഴ്ചയാണ്, അപ്പം തീർച്ചയായിട്ടും ഇന്ന് മുരുകഭഗവാനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ വേണമല്ലോ. സ്കന്ദഗുരു കവചം എന്ന് പറയുന്നത് മരണത്തിൽ നിന്നു പോലും പലരെയും തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന അത്രമാത്രം മഹിമയുള്ള ഒന്നാണ് സ്കന്ദഗുരു കവചം എന്ന് പറയുന്നത്. തമിഴ്നാട്ടിലൊക്കെ സ്കന്ദഷഷ്ഠി കവചം പോലെ തന്നെ അവർ വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് ഈ ഒരു സ്കന്ദഗുരു കവചവും കാണുന്നതും ചൊല്ലുന്നതും. നമ്മുടെ ലൈഫ് എത്രമാത്രം ഇനിയില്ല, മുന്നോട്ട് മടുത്തു എനിക്കെൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് നിങ്ങൾ നിന്നാൽ പോലും സ്കന്ദഗുരു കവചം എന്ന് പറയുന്ന ഒരേ ഒരു കവചം ചൊല്ലിയാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ഡൈവേർട്ടായി പോകുന്നതായിരിക്കും. വളഞ്ഞു പുളഞ്ഞു പോകുന്ന നിങ്ങളുടെ ലൈഫിനെ നേർവഴിയിൽ കൊണ്ടുവരാൻ മുരുകഭഗവാനെ കൊണ്ട് സാധിക്കും. ഇത് സ്കന്ദഷഷ്ഠി കവചം പോലെ തന്നെ ഏകദേശം ഒരു 25 മുതൽ 30 മിനിറ്റ് സമയമെടുക്കും എല്ലാ ദിവസവും നമ്മൾക്ക് ചൊല്ലി തീർക്കുവാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ചൊല്ലാൻ അറിയാത്തവർക്ക് തീർച്ചയായിട്ടും ഇത് കേൾക്കാവുന്നതാണ്. അതുമാത്രവുമല്ല, ഇതിനുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സ്കന്ദഗുരു കവചത്തിൽ ചില വരികൾ നമുക്ക് പർട്ടിക്കുലറായിട്ട് എടുത്ത് ചൊല്ലാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുരുകഭഗവാൻ പൂർണ്ണമായിട്ടുള്ള അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചൊല്ലാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സ്കന്ദഷഷ്ഠി കവചമൊന്നും നമുക്ക് ചില പ്രത്യേക ലൈൻസ് ആയിട്ട് എടുത്തു ചൊല്ലാൻ പറ്റില്ല. അങ്ങനെ 16 ഖണ്ഡങ്ങൾ, അതായത് 1 മുതൽ 5 വരെ, അങ്ങനെ 5 ലൈൻസ് വെച്ചാണ് ഈ ഒരു സ്കന്ദഗുരു കവചം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നൊക്കെ 5 ലൈൻസ് വെച്ചിട്ട് 16 ഖണ്ഡങ്ങൾ നമുക്ക് അങ്ങനെ എടുത്ത് നമ്മുടെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടും ഭഗവാന്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടും ചൊല്ലാം. അപ്പം ഞാൻ നിങ്ങൾക്ക് അങ്ങനെയുള്ള വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള കുറച്ച് ലൈൻസിനെ കുറിച്ച് നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ അർത്ഥവും പറയുന്നുണ്ട്. പറ്റുന്നവരൊക്കെ എല്ലാ ദിവസവും ആ ലൈൻസ് ചൊല്ലുന്നതിനോടൊപ്പം സ്കന്ദഗുരു കവചം കേൾക്കാനും ശ്രമിക്കണം. ഈ ഒരു സ്കന്ദഗുരു കവചം എന്ന് പറയുന്നത് ഒരുപാട് ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒന്നാണെന്ന് ഞാൻ പറഞ്ഞു. ഇത് ചൊല്ലിയിട്ടുള്ളവർക്കൊക്കെ അവരുടെ ലൈഫിൽ അവർ വിചാരിക്കാത്ത രീതിയിലുള്ള ടേണിംഗ് പോയിൻറ്റ്സും ഉണ്ടായിട്ടുണ്ട്. സ്കന്ദഗുരു കവചം, സ്കന്ദൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ മുരുകൻ, ഗുരു കവചം അതായത് സ്വന്തം പിതാവായ മഹാദേവന് ഓം എന്നുള്ള പ്രണവമന്ത്രത്തിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുത്തതാണ് മുരുകഭഗവാൻ. മുരുകഭഗവാനെ സാർവത്രിക ഗുരു എന്നാണ് പറയുന്നത് തന്നെ. അതുകൊണ്ടാണ് ഇതിനെ സ്കന്ദഗുരു കവചം എന്ന് പറയുന്നത്. മുരുകഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഒരുപാട് കവചങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും മുകളിൽ നിൽക്കുന്ന ഒന്നാണ് ഈ ഒരു സ്കന്ദഗുരു കവചം എന്ന് പറയുന്നത്. സ്കന്ദഷഷ്ഠി കവചത്തിലെ പോലെ തന്നെ ഭഗവാനെ വാഴ്ത്തിയാണ് ഇവിടെയും പാടുന്നത്. എല്ലാത്തിൻ്റെയും ഒടുവിൽ ആ ഒരു പിഞ്ചു പാദത്തിൽ പോയി നമ്മൾ ശരണാഗതി അടയുകയുമാണ് ചെയ്യുന്നത്. ഈ ഒരു സ്കന്ദഗുരു കവചം എഴുതിയത് ശ്രീ ശാന്തനാഥ സ്വാമികളാണ്. അദ്ദേഹം മുരുകഭഗവാന്റെ കടുത്ത ഒരു ആരാധകനായിരുന്നു, ഭക്തനായിരുന്നു. അതിനേക്കാളേറെ അദ്ദേഹം ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം ഭഗവാന്റെ അടിമയായിരുന്നു എന്ന് പറയാനാണ്. തമിഴ്നാട്ടിൽ സേലത്തിനടുത്ത് അദ്ദേഹം മുരുകഭഗവാന് വേണ്ടിയിട്ട് വളരെ പ്രസിദ്ധമാർന്നൊരു ക്ഷേത്രവും പണി കഴിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ ശിഷ്യഗണങ്ങൾക്കൊക്കെ തന്നെ അദ്ദേഹം സ്കന്ദഗുരു കവചം പറഞ്ഞു കൊടുക്കുകയും അതുവഴി ആ ശിഷ്യഗണങ്ങളൊക്കെ ഒരുപാട് അത്ഭുതങ്ങൾ കാണുകയും ചെയ്തിട്ടുണ്ട്. അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു സ്കന്ദഗുരു കവചം എന്ന് പറയുന്നത്. അപ്പം സ്കന്ദഗുരു കവചത്തിലെ ആ 5 ലൈൻസ് ഏതാണെന്ന് ആദ്യം നോക്കാം. ശേഷം അതിൻ്റെ അർത്ഥവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഏഴ്മൈ അകற்றி കന്ധാ യമഭയം പോക്കിടുവീർ അസയാത നെഞ്ചത്തിൽ അറിവാക നീ അരുൾവായ് അറുപടை കുമരാ മയിലേറി വந்திடுவாய் പണിവതേ പണിയെன்று പണിത്തனை നീ എനക്ക് പണിന്തേൻ കന്താ ഉൻ പാദം പണിന്തു வைப்பேன். ஏழ்மையகற்றி கந்தா யமபயம் போக்கிடுவீர் அசையாத நெஞ்சத்தில் அறிவாக நீ அருள்வாய் அறுபடை குமராமயிலேறி வந்திடுவாய் பணிவதே பணியென்று பணித்தனை நீ எனக்கு പണിന്തേൻ കന്താ ഉൻ പാദം പണിന്തു വയ്പ്പേൻ. ഇതാണ് ആ ഒരു 5 ലൈൻസ് എന്ന് പറയുന്നത്. ഞാനപ്പം ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പറഞ്ഞു തരാം.
ഏഴ്മെയ് അകറ്റി കന്താ യമഭയം പോക്കിടുവീർ. ഏഴ്മെയ് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ്. എല്ലാ രീതിയിലുമുള്ള എൻ്റെ ദാരിദ്ര്യം നീക്കി യമഭയം പോക്കിടുവീർ, അതായത് എൻ്റെ മരണഭയം, എൻ്റെ മനസ്സിലുള്ള ആ ഒരു മരണഭയം അങ്ങ് നീക്കിത്തരൂ. അസയാത നെഞ്ചത്തിൽ അറിവാക നീ അരുൾവായ്. അസയാത നെഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചഞ്ചലമായ മനസ്സ്. നമ്മുടെ മനസ്സ് എങ്ങനെയാണ്? എപ്പോഴും ആവശ്യമില്ലാത്ത നെഗറ്റീവ് തോട്ട്സ് കൊണ്ട് നിറഞ്ഞിരിക്കും അല്ലേ? നമ്മൾ നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നത് വളരെ കുറവായിരിക്കും. അപ്പം അങ്ങനെയുള്ള എൻ്റെ ആ ഒരു വേണ്ടാത്ത ചിന്തകളെ മാറ്റി അങ്ങ് അവിടെ അരുൾ, വെളിച്ചവും അറിവും നന്മയും നിറച്ചു തരൂ. അങ്ങനെ ആ വെളിച്ചവും നന്മയും അറിവുമായി ഭഗവാനെ നീ തന്നെ എൻ്റെ നെഞ്ചിൽ വിളങ്ങൂ. അറുപടൈ കുമരാ മയിലേറി വന്നിടുവായി. 6 വീടുകളുള്ള ഭഗവാനെ, അങ്ങ് മയിലിൻ്റെ പുറത്ത് എൻ്റെ അടുത്ത് വന്നാലും പണി എൻറു പണിത്തനൈ നീ എനക്ക് പണിന്തേൻ കന്ത ഉൻ പാദം പണിന്തു വെപ്പേൻ. അതായത് ഞാൻ അങ്ങയുടെ പാദത്തിൽ എല്ലാ രീതിയിലും ശരണാഗതി പ്രാപിക്കുകയാണ്. സ്കന്ദഷഷ്ഠി കവചത്തിലും ഞാൻ പറഞ്ഞിരുന്നു, ഭഗവാനെ നമ്മൾ പ്രാർത്ഥിച്ച് അവസാനം ഭഗവാൻ നമ്മുടെ തലയിൽ കൈവെക്കുമ്പോൾ നമ്മൾ ആ പാദത്തിൽ പോയി ശരണാഗതി പ്രാപിക്കുക. നമ്മുടെ ജീവിതം നമുക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടുന്ന ഒരാവശ്യം വരുന്നില്ല. അതുതന്നെയാണ് ഇവിടെയും പറയുന്നത്. പണി എൻറു പണിത്തനൈ നീ എനക്ക്. ഞാൻ വലഞ്ഞു വന്ന് അങ്ങയെ പ്രാർത്ഥിച്ച് അങ്ങയുടെ പാദത്തിൽ വന്ന് ശരണാഗതി പ്രാപിക്കുകയാണ്. പണിന്തേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീഴടങ്ങുന്നു. അതായത് എല്ലാത്തിനും ഒടുവിൽ ഞാൻ അങ്ങയുടെ പാദത്തിൽ വന്ന് കീഴടങ്ങുന്നു. പണിന്തേൻ കന്ത, ഞാൻ കീഴടങ്ങി ഭഗവാനെ. ഉൻ പാദം പണിന്തു വെപ്പേൻ, അതായത് നിറഞ്ഞ മനസ്സോടെ പൂർണ്ണമായിട്ടുള്ള ഭക്തിയോടുകൂടി ഞാൻ അങ്ങയുടെ പാദത്തിൽ കീഴടങ്ങി. അങ്ങയുടെ ഒരേ ഒരാളുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ എനിക്ക് അങ്ങയുടെ പാദത്തിൽ കീഴടങ്ങാൻ പറ്റുകയുള്ളൂ. അതാണ് സത്യം. അതായത് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനോട് ചേരാനും ഭഗവാന്റെ പാദത്തിൽ തൊടാനും സാധിക്കുകയുള്ളൂ. അപ്പം ഭഗവാൻ തീരുമാനിച്ചു, അതുകൊണ്ട് നമ്മൾ ഭഗവാന്റെ പാദത്തിൽ പോയി കീഴടങ്ങി മുഴുവനായിട്ടുള്ള നമ്മുടെ ഭക്തിയോടും നിറഞ്ഞ മനസ്സോടും നിറഞ്ഞ സന്തോഷത്തോടും കൂടി ഭഗവാനെ ഞാൻ അങ്ങയുടെ പാദത്തിൽ കീഴടങ്ങിയിരിക്കുന്നു. അതായത് ഭഗവാൻ എന്തു ചെയ്തു? നമ്മുടെ മനസ്സിലെ ഇരുളുമാറ്റി ആ വെളിച്ചമായി ഭഗവാൻ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു. മരണഭയം പോലും ഇല്ലാതെയാക്കി മയിലിൻ്റെ പുറത്തേറി അറുപട നായകൻ നമ്മുടെ മുൻപിൽ വന്നു. നമ്മൾ ഭഗവാന്റെ പാദത്തിൽ ഭക്തിപൂർവം ചേർത്ത് പിടിച്ചിരിക്കുന്നു. ഈ ഒരു സ്കന്ദഗുരു കവചം നിങ്ങൾ ചൊല്ലണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മുരുക ഭഗവാൻ തന്നെ വിചാരിക്കണം. കാരണം ഇത് ചൊല്ലിയാൽ നമ്മുടെ കർമ്മദോഷവും മാറി, നമ്മുടെ പാപങ്ങളും മാറി, നമ്മുടെ എല്ലാ ഗ്രഹദോഷങ്ങളും മാറി, നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്നതായിരിക്കും. പക്ഷേ ഇത് ചൊല്ലണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഭഗവാന്റെ അനുഗ്രഹം, ഒരല്പമെങ്കിലും ഒരു ഭക്തി, ആ ഭഗവാനോട് നിസ്വാർത്ഥമായ ഭക്തി നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചൊല്ലുവാനും ആ കരുണാകടാക്ഷം നേരിടുവാനും അതുപോലെ തന്നെ ആ പാദത്തിൽ അഭയം പ്രാപിക്കാനും നമ്മൾക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ കഴിവതും ഇനി സ്കന്ദഗുരു കവചം കംപ്ലീറ്റ്ലി ചൊല്ലാനും കേൾക്കാനും ഒന്നും സമയമില്ല എങ്കിൽ നിങ്ങൾക്കിത് ഈ ഒരു 5 ലൈൻസ് മാത്രമായിട്ടും ചൊല്ലാവുന്നതാണ്. അതുമാത്രവുമല്ല, പീരിയഡ്സ് പുലവാലായ്മ ഉള്ളപ്പോഴൊക്കെ നിങ്ങൾക്കിത് ചൊല്ലാം. ആ സമയങ്ങളിൽ കുളിച്ചിട്ട് വന്നിട്ട് ഉടനെ ഇത് ചൊല്ലണമെന്നേ ഉള്ളൂ. എപ്പോഴും ഭഗവാന്റെ ഈ ഒരു മന്ത്രം നാവിൻ തുമ്പിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഇത് കാത്തുരക്ഷിക്കുന്നതായിരിക്കും. അതുമാത്രവുമല്ല, സ്കന്ദഗുരു കവചത്തിലെ ഏറ്റവും അർത്ഥവത്തായ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള 5 ലൈൻസാണ് ഇതെന്ന് പറയുന്നത്. അപ്പം ഈ 5 ലൈൻസിന് ഇത്രമാത്രം മഹാത്മ്യമുണ്ടെങ്കിൽ സ്കന്ദഗുരു കവചം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചൊല്ലിയാൽ നമ്മൾക്ക് എത്രമാത്രം ഭഗവാന്റെ അനുഗ്രഹം കിട്ടുമെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചൊല്ലി നോക്കൂ. അതായത് നമ്മൾ ആ പാദത്തിൽ പോയി മുറുകെ പിടിക്കുന്ന ഭാഗമാണിത്. അതിലും വലിയ ഒരു അംഗീകാരം, അതിലും വലിയ ഒരു അനുഗ്രഹം, അതിലും വലിയ ഭഗവാനോട് ചേരാനുള്ള മറ്റെന്തെങ്കിലും ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾക്ക് വേണമോ? തീർച്ചയായും വേണ്ട. സോ തീർച്ചയായും കഴിയുന്നവരൊക്കെ ചൊല്ലാനായിട്ട് ശ്രമിക്കണം. ആ ഒരു കരുണാമയനായ ഭഗവാൻ തീർച്ചയായും നമ്മളെയൊക്കെ അനുഗ്രഹിച്ചിരിക്കും. നമ്മുടെ എല്ലാ വേദനകളും മാറ്റാനായി മയിലിൻ്റെ പുറത്തേറി നമ്മളെ കാണാൻ എത്തുകയും ചെയ്യും. ഇത് ഒരു തവണ മാത്രം എല്ലാ ദിവസവും നിങ്ങൾ ചൊല്ലിയാൽ മതി. അതിൽ കൂടുതലൊന്നും നിങ്ങൾ ചൊല്ലണമെന്നില്ല. ഇനി അതിൽ കൂടുതൽ ചൊല്ലണമെന്നുണ്ടെങ്കിൽ 6 തവണയും ചൊല്ലാവുന്നതാണ്. എല്ലാവരെയും മുരുക ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണ ഭവ.